വൈകിട്ട് അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കറി വെക്കാൻ വേണ്ടിയിട്ട്. ഉച്ചക്കേ വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ. കൂടെ കുറച്ച് അരിപ്പത്തിരിയും കൂടെ വാങ്ങിച്ച്. ഇന്ന് കണ്ണൻ ഒരുപാട് നാളായി ഇവിടെ ചിക്കൻ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഞാനോർത്ത് ഇവിടെ അങ്ങനെ കാപ്പി ഉണ്ടാകുന്ന പതിവൊന്നുമില്ലല്ലോ, എന്നാൽ പിന്നെ കുറച്ച് അരിപ്പത്തിരിയും കൂടെയൊക്കെ വാങ്ങിക്കാം. അതാകുമ്പം ഇന്ന് വൈകിട്ടും നാളെ രാവിലെയൊക്കെ അവന് കഴിച്ചുകൊണ്ട് പോകാം. രാവിലെ എഴുന്നേറ്റ് ഇനി കാപ്പി ഉണ്ടാക്കണ്ട, അല്ലെങ്കിലും കാപ്പി ഉണ്ടാകത്തില്ല. അവൻ രാവിലെ നല്ല രീതിയിൽ ആഹാരം കഴിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ എനിക്കെന്തോ മനസ്സിനകത്തൊരു വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. ഇന്നലെ 1-ാം തീയതി ആയിട്ട് രാവിലെ ഒന്നും കഴിക്കാതെയാണ് പോയത്. കാരണം ഒരുപാട് താമസിച്ചാണ് ഞാൻ എഴുന്നേറ്റത്. അതുകൊണ്ട് എനിക്കങ്ങ് ഭയങ്കര വിഷമമാണ് ഒന്നും കഴിക്കാതെ പോവുകയാണെങ്കിൽ. അങ്ങനെ പിന്നെ ഇതിപ്പം മൂത്ത ആൾ കാണുവാണെങ്കിൽ പറയാം, അമ്മ ഞാനിവിടെ പരിപ്പ് കറിയും ചോറും കഴിക്കുമ്പോൾ അമ്മ എന്തിനാ ഇതൊക്കെ കാണിച്ച് എന്നെ കൊതിപ്പിക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. ഇന്ന് രാവിലെയും പിന്നെ കണ്ണന് ചോറിന് ചിക്കൻ കറിയും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ. ചമ്മന്തി വേണ്ടാന്ന് പറഞ്ഞു. സാധാരണ മീൻ മുട്ട ഇതൊന്നും ആളങ്ങനെ കൊണ്ടുപോകത്തില്ല. ഇന്ന് പിന്നെ ഞാൻ ചമ്മന്തി അരച്ചില്ലാണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. അതിൻ്റെ ഒരു ഇച്ചിരി കറിയും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി കൊണ്ട് ഉണ്ടാക്കിയാൽ മാത്രം മതിയായിരുന്നു. പിന്നെ ഇന്നലത്തെ ചോറാണ് കേട്ടോ എടുത്ത് വെച്ചിരുന്നത്. അത് തന്നെ എല്ലാ ദിവസവും തിളപ്പിച്ചൂറ്റി കൊടുത്ത് വിടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, സീ യു.